വെൽക്കം ടു രുചി ബൈ ബിൻസു. അപ്പോൾ നമ്മുടെ കൊഞ്ച് ബിരിയാണി ഇവിടെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊഞ്ച് ബിരിയാണിക്ക് വേണ്ട നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സവാള ആദ്യം വറുത്ത് കോരിയെടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ശകല മഞ്ഞൾപ്പൊടി, ശകല ഉപ്പ് കൊടുക്കാം. ഇതിനകത്ത് നമുക്കിതെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കാഷ്യൂ ക്രഷ് ചെയ്ത് മാറ്റി ഇനി ആ എണ്ണയിലോട്ട് ആ നെയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് സവാള ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഓൾ സ്പൈസ് ഇട്ട് കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിയില എടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ, നമുക്ക് നിറക്കി കൊടുക്കാം. നല്ല മാറി നമുക്കിനി കൊഞ്ചിട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ 3 പേർക്ക് കണക്കാക്കിയിട്ടുള്ളതാണ് കൊഞ്ചും അരി എടുത്തത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കണക്കാക്കിയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ്. അപ്പോൾ നമുക്ക് വെള്ളം നമ്മുടെ ക്യാരറ്റും മട്ടറും കൂടിയാണ്. ഇത് പച്ച മട്ടറാണ് കേട്ടോ. മീൻസ് ഇത് പിന്നെ ഇങ്ങനെ ഉണങ്ങിയ മട്ടറല്ല എന്ന്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന്. ഇത് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ശകലം മുന്നിൽ നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊഞ്ച് ബിരിയാണി നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇട്ടൊന്ന് ഗാർണിഷിങ് ചെയ്യാം. ഞാനിവിടെ സവാള ഫ്രൈ ചെയ്തും കാഷ്യൂനട്ട് ക്രഷ് ചെയ്തും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് ഗാർണിഷിങ്. ഒരു ശകല നെയ്യ് കുറച്ച് മതി. കൊഞ്ച് ബിരിയാണി ഇവിടെ നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഇവിടെ നാരങ്ങയുടെ ഫ്രൈ ആണ് എടുത്തേക്കണേ. ഫ്രൈ അച്ചാറാണിത്. നാരങ്ങ ഇത് കൂട്ടിയാണ് കഴിക്കുന്നത്. ഇതിനകത്ത് കറികളൊന്നും നമുക്ക് വേണ്ട കഴിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ മട്ടറും ക്യാരറ്റും എല്ലാം ചേർന്ന് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡ്, തൈരിൻ്റെ സാലഡ് ഉണ്ടാക്കി കഴിക്കാം. നാരങ്ങ ഫ്രൈയോ നമുക്കിഷ്ടമുള്ള അച്ചാറോ. ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊണ്ടുകൊടുത്തു വിടാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം.